ഹായ് ഡിയേഴ്സ്, ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് പൊറോട്ടയുടെ റെസിപ്പി ആയിട്ടാണ്. ഈ ഒരു പൊറോട്ട വീശി അടിക്കാതെയാണ് ചെയ്തിട്ടുള്ളത്. അതുപോലെ നല്ല സോഫ്റ്റാണ്. വളരെ ഈസി ആയിട്ട് തന്നെ എല്ലാവർക്കും ചെയ്തെടുക്കാൻ പറ്റിയിട്ടുള്ള ഒരു പൊറോട്ടയുടെ റെസിപ്പിയാണ്. സാധാരണ പൊറോട്ട ഉണ്ടാക്കുന്നതിനേക്കാളും വ്യത്യസ്തമായിട്ടാണ് ഈ ഒരു പൊറോട്ട ചെയ്തിട്ടുള്ളത്. ഇതിനു മുമ്പ് ഞാൻ മറ്റൊരു 2-3 വീഡിയോ ചെയ്തിട്ടുണ്ട് പൊറോട്ടയുടെ. അതിൽ നിന്നും വ്യത്യസ്തമായിട്ടാണ് ഈ ഒരു പൊറോട്ട റെഡിയാക്കിയിട്ടുള്ളത്. അപ്പോൾ ഈ ഒരു പൊറോട്ട എങ്ങനെയാണ് ചെയ്യുന്നതെന്ന് നോക്കാം. അപ്പോൾ ആദ്യമായിട്ട് വന്നിട്ടുള്ളവരോ അല്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന ഫ്രണ്ട്സ് ആരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് സപ്പോർട്ട് ചെയ്യണേ. ഞാനിവിടെ ഒരു ബൗളിലേക്ക് 1/2 കപ്പ് പാല് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. തണുത്തതായാലും തണുക്കാത്ത പാലായാലും കുഴപ്പമില്ല. ഇനി ഇതിലേക്ക് നാരങ്ങാനീരാണ് ചേർത്ത് കൊടുക്കുന്നത്. നാരങ്ങാനീര് 1 ടീസ്പൂൺ ചേർത്ത് കൊടുക്കാം. എന്നിട്ടിത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഇത് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് 1 ടേബിൾ സ്പൂൺ തൈരാണ് ചേർത്ത് കൊടുക്കുന്നത്. തൈര് അധികം പുളിയില്ലാത്ത തൈര് വേണം എടുക്കാനായിട്ട്. പുളിയുള്ള തൈരാണെങ്കിൽ ചേർക്കരുത്, അത് ഒഴിവാക്കിയാൽ മതി. തൈര് ചേർത്തിട്ട് നന്നായിട്ട് ഒന്നുകൂടി ഒന്ന് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇപ്പോൾ പാലൊക്കെ ഒന്ന് പിരിഞ്ഞു വന്നിട്ടുണ്ട്, കുറച്ചൊന്ന് പിരിഞ്ഞു വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് 1 മുട്ടയാണ് ചേർത്ത് കൊടുക്കുന്നത്. മുട്ട ചേർത്തിട്ട് നന്നായിട്ട് ഒന്നുകൂടി ഒന്ന് മിക്സാക്കി എടുക്കാം. മുട്ട എല്ലായിടത്തും നന്നായിട്ടൊന്ന് മിക്സാക്കി എടുത്താൽ മതി. ഒരു ഫോർക്കോ അല്ലെങ്കിൽ ഒരു വിസ്ക് ഉപയോഗിച്ചിട്ടോ ഒന്ന് മിക്സാക്കിയാൽ മതി. ഇപ്പം മുട്ടയൊക്കെ നന്നായിട്ടൊന്ന് മിക്സായി വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് മൈദമാവും ഗോതമ്പ് പൊടിയും ഞാൻ മിക്സ് ചെയ്തിട്ടാണ് ചേർക്കുന്നത്. അപ്പോൾ 3 കപ്പ് മൈദമാവും 1 കപ്പ് ഗോതമ്പ് പൊടിയും കൂടാണ് ചേർക്കുന്നത്. നിങ്ങൾക്ക് ഒന്നുകിൽ മൈദമാവ് മാത്രമായിട്ട് യൂസ് ചെയ്യാം, അല്ലെങ്കിൽ ഗോതമ്പ് പൊടിയും മൈദമാവും കൂടെ പകുതി വീതം യൂസ് ചെയ്യാം. ഞാനിപ്പം 3ഉം 1ഉമാണ് ചേർത്തിട്ടുള്ളത്. ഗോതമ്പ് മാവ് ചേർത്തെന്ന് കരുതിയിട്ട് പൊറോട്ട നല്ല സോഫ്റ്റായിട്ട് തന്നെ കിട്ടും. പിന്നെ നമ്മൾ ഇത് ചെയ്തെടുക്കുമ്പോൾ കുറച്ചൊന്ന് കളറൊന്ന് മാറ്റം ഉണ്ടാവും, അത്ര മാത്രമേ ഉള്ളൂ. നല്ല ടേസ്റ്റി ആയിട്ട് നല്ല സോഫ്റ്റായിട്ട് തന്നെ നമുക്ക് ചെയ്തെടുക്കാൻ പറ്റും. ഇനി ഇതിലേക്ക് ആവശ്യത്തിന് ഉപ്പും ഒരു 4 ടേബിൾ സ്പൂണോളം പഞ്ചസാര ചേർക്കുന്നുണ്ട്. പഞ്ചസാരയുടെ അളവ് വേണമെന്നുണ്ടെങ്കിൽ ഒരു 2 ടേബിൾ സ്പൂൺ കുറയ്ക്കാം. ഇതിലേക്ക് 1/4 ടീസ്പൂൺ ബേക്കിംഗ് സോഡ ആണ് ചേർത്തിട്ടുള്ളത്. ഇനി എല്ലാം കൂടെ കൈകൊണ്ടൊന്ന് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാം. അപ്പോൾ ഇതിലേക്ക് 1/2 കപ്പ് പാല് മാത്രമേ ചേർത്തിട്ടുള്ളൂ. ഇനി ബാക്കിയുള്ളത് വെള്ളമാണ് ചേർക്കുന്നത്. വെള്ളം ചേർത്തിട്ട് നന്നായിട്ട് കുഴച്ചെടുക്കാം. മൊത്തത്തിൽ 1 കപ്പോളം വെള്ളം ചേർത്ത് കൊടുക്കുന്നുണ്ട്. അത് നോക്കിയിട്ട് കുറേശ്ശെയായിട്ട് മാത്രം ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ട് കൈകൊണ്ട് കുഴച്ചെടുക്കാം. നമ്മൾ ചപ്പാത്തി മാവ് ഒക്കെ കുഴച്ചെടുക്കുന്നതിലും കുറച്ച് വെള്ളം കൂടുതലായിട്ട് വേണം ഈ ഒരു പൊറോട്ടയുടെ മാവിലേക്ക്. 1 കപ്പ് വെള്ളം എടുത്തതിൽ നിന്ന് 1 ടേബിൾ സ്പൂൺ മാത്രമാണ് ബാക്കി വന്നിട്ടുള്ളത്. ഇതിലേക്ക് വെളിച്ചെണ്ണ ഒരു 2 ടേബിൾ സ്പൂണോളം ചേർത്ത് കൊടുത്തിട്ട് ഇതിനി നന്നായിട്ട് കൈകൊണ്ട് കുഴച്ചെടുക്കാം. നല്ലപോലെ തന്നെ സോഫ്റ്റ് ആക്കിയിട്ട് എടുക്കണം. നന്നായിട്ട് തന്നെ കൈകൊണ്ട് നമ്മൾ ചപ്പാത്തിയൊക്കെ കുഴയ്ക്കുന്ന പോലെ നന്നായിട്ട് കുഴച്ചെടുക്കാം. കയ്യിൽ ഒട്ടിപ്പിടിക്കാതിരിക്കാനായിട്ട് കുറച്ച് വെളിച്ചെണ്ണ ഒന്ന് കയ്യിൽ തടവിയിട്ട് വേണം ഇത് കുഴച്ചെടുക്കാനായിട്ട്. കുറച്ചൊന്ന് ആദ്യം നമ്മൾ കുഴച്ചെടുക്കുന്ന സമയത്ത് കുറച്ച് കയ്യിലൊക്കെ ഒട്ടിപ്പിടിക്കും. പിന്നീട് നന്നായിട്ടൊന്ന് സോഫ്റ്റായി കഴിയുമ്പോൾ ഒട്ടിപ്പിടിക്കത്തൊന്നുമില്ല. ഇതേപോലെ കൗണ്ടർ ടോപ്പിലേക്കൊന്ന് വലിച്ചൊന്ന് അടിച്ചിട്ട് വേണം ഇതുപോലെ ഒന്ന് കുഴച്ചെടുക്കാൻ. ഈ വീഡിയോയിൽ കാണുന്ന പോലെ ചെയ്താൽ മതി. അപ്പോൾ ഇത് നല്ല സോഫ്റ്റായിട്ട് തന്നെ വന്നിട്ടുണ്ട്. ഇനി ഇതൊരു 10-15 മിനിറ്റ് ഒന്ന് അടച്ച് മാറ്റി വയ്ക്കാം. ഇതിൻ്റെ മുകളിൽ കുറച്ച് വെളിച്ചെണ്ണ കൂടി ഒന്ന് തടവി കൊടുത്തിട്ടുണ്ട്. ഇപ്പോൾ 15 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട്. മാവ് ഒന്നുകൂടി നല്ല സോഫ്റ്റായിട്ട് വന്നിട്ടുണ്ട്. ഇനി ഇത് ബോൾസ് ആക്കി എടുക്കാം. അപ്പോൾ ഞാനിത് സാധാരണ പൊറോട്ട ബോൾസ് ആക്കുന്ന പോലെ അല്ല ചെയ്യുന്നത്. ഇതുപോലെ കത്തി കൊണ്ടൊന്ന് കട്ട് ചെയ്തിട്ട് ഓരോന്നും ഇതുപോലെ ഒന്ന് മടക്കി അടിയിലേക്ക് ചുരുട്ടി വെച്ചിട്ട് ഒന്ന് ബോളാക്കി എടുക്കുന്നുണ്ട്. ഇതിലേക്ക് വെളിച്ചെണ്ണയും നെയ്യും കൂടെ മിക്സ് ആക്കിയിട്ടാണ് ഞാൻ എടുത്തിട്ടുള്ളത്. 2 ടേബിൾ സ്പൂൺ വീതം എടുത്തിട്ടുണ്ട്. എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സാക്കി എടുത്തിട്ടുണ്ട്. നിങ്ങൾക്ക് ഒന്നുകിൽ വെളിച്ചെണ്ണ മാത്രം യൂസ് ചെയ്യാം, അല്ലെങ്കിൽ സൺഫ്ലവർ ഓയിലും വെളിച്ചെണ്ണയുടെ മിക്സ് ആക്കിയിട്ട് വേണമെങ്കിൽ ഉപയോഗിക്കാം. കൗണ്ടർ ടോപ്പിൽ കുറച്ചൊന്ന് സ്പ്രെഡ് ചെയ്തിട്ട് ഈ ഓരോ ബോൾസും അതിലേക്ക് വെച്ച് കൊടുക്കാം. ഇതേപോലെ ഒന്ന് ചുരുട്ടിയെടുത്ത് ഉള്ളിലേക്ക് വെച്ചിട്ട് നന്നായിട്ട് ബോൾസാക്കി എടുക്കാം.
ഞാനിത് ചപ്പാത്തി പ്രസ്സിലാണ് പ്രസ് ചെയ്തെടുക്കുന്നത്. അല്ലെങ്കിൽ നിങ്ങൾക്ക് നമ്മൾ ചപ്പാത്തിയൊക്കെ റോൾ ചെയ്യുന്ന ആ ഒരു റോളർ ഉപയോഗിച്ചിട്ട് പരത്തി വേണമെങ്കിലും എടുക്കാം. ഞാനിപ്പോൾ ഇത് ചപ്പാത്തി പ്രസ്സിൽ ഒന്ന് വെച്ചിട്ടൊന്ന് പ്രസ് ചെയ്തെടുക്കുന്നുണ്ട്. അപ്പോൾ നമുക്ക് വളരെ ഈസി ആയിട്ട് പെട്ടെന്ന് ചെയ്തെടുക്കാൻ പറ്റും. 2-3 എണ്ണം ഇതേപോലെ ഒന്ന് പ്രസ് ചെയ്തിട്ട് അതിലേക്ക് കുറച്ച് ഓയിലൊന്ന് സ്പ്രെഡ് ചെയ്തിട്ട് ഒന്ന് മാറ്റി വെച്ചിട്ട് 1-2 മിനിറ്റ് ആകുമ്പോൾ ഇതേപോലെ ഒന്ന് സ്ട്രെച്ച് ചെയ്ത് കൊടുത്താൽ മതി. കുറച്ച് ഓയിലൊന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇനി മറ്റൊരു ബോളും എടുത്തിട്ട് അതുപോലെ ഒന്ന് പ്രസ് ചെയ്ത് വയ്ക്കാം. അതിലേക്കും കുറച്ച് ഓയിൽ ഒന്ന് നന്നായിട്ട് തടവി കൊടുക്കാം. നമ്മളിത് പ്രസ് ചെയ്തിട്ട് ഓയിലൊക്കെ സ്പ്രെഡ് ചെയ്ത് കഴിയുമ്പോൾ തന്നെ നമുക്കിത് കൈകൊണ്ട് തന്നെ ഇങ്ങനെ ഒന്ന് വലിച്ച് കഴിയുമ്പോൾ നമ്മൾ വീശിയടിക്കുന്ന ആ ഒരു പൊറോട്ടയുടെ ഇതുണ്ടാക്കുമ്പോൾ ഉള്ള അത്രയും നൈസായിട്ട് തന്നെ നമുക്ക് കിട്ടും. കൈകൊണ്ട് ഓരോ സൈഡിൽ നിന്നായിട്ട് ഇതുപോലെ ഒന്ന് വലിച്ചു കൊടുത്താൽ മതി. പൊട്ടിപ്പോകുന്നെങ്കിലും കുഴപ്പമൊന്നുമില്ല. കനം കൂടിയിട്ടുള്ള ഭാഗത്തുനിന്ന് ഇതേപോലെ ഒന്ന് വലിച്ചു കൊടുത്തിട്ട് ഇത്രയും നൈസാക്കി എടുക്കണം. എന്നിട്ട് ഓരോ സൈഡിൽ നിന്നും ഇതേപോലെ എടുത്തിട്ട് ചുറ്റിയെടുത്താൽ മതി. അപ്പോൾ അതിന് മുമ്പായിട്ട് കുറച്ച് ഓയിൽ കൂടി ഇതിലേക്കൊന്ന് ഒഴിച്ചു കൊടുക്കുന്നുണ്ട്, ലെയറിൽ ഒന്ന് ഓയിൽ കിട്ടാനായിട്ട്. അപ്പോൾ നമുക്കിത് പൊറോട്ട അടിച്ച് കഴിയുമ്പോൾ ലെയറൊക്കെ ഒന്ന് വിട്ട് കിട്ടാനായിട്ട് ഹെൽപ്പ് ചെയ്യും. ഒരു സൈഡിൽ നിന്ന് ഇതേപോലെ ചുരുട്ടിയെടുക്കാം. ഇനി നേരത്തെ പരത്തി വെച്ചിട്ടുള്ള മറ്റൊരു ചപ്പാത്തി പോലെ പരത്തി വെച്ചിട്ടുള്ളതും ഇതേപോലെ തന്നെ ഒന്ന് സൈഡിൽ നിന്നൊക്കെ ഇതേപോലെ ഒന്ന് സൈഡിലേക്ക് വലിച്ചു കൊടുക്കാം. അപ്പോൾ നിങ്ങൾക്കിത് കാണുമ്പോൾ മനസ്സിലാവും നല്ല നൈസായിട്ട് തന്നെ വരുന്നുണ്ട്. നമ്മളിത് വീശിയടിക്കാതെ തന്നെ അതേപോലെ തന്നെ ചെയ്തെടുക്കാൻ പറ്റും. ഇതിനു മുമ്പ് ഞാൻ ഗോതമ്പിൻ്റെ പൊറോട്ട ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിനകത്തും ഞാൻ ഇതേപോലെ ചപ്പാത്തി പ്രസ് ചെയ്തിട്ടാണ് കാണിച്ചിട്ടുണ്ടായിരുന്നത്. അതിൻ്റെ ലിങ്കും ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം. നിങ്ങളിത് മൈദാമാവ് മാത്രം വെച്ചിട്ട് ചെയ്യുകയാണെങ്കിൽ കളറൊക്കെ സാധാരണ നമ്മൾ കടയിൽ നിന്ന് വാങ്ങിക്കുന്ന പൊറോട്ടയുടെ പോലെ തന്നെ കിട്ടും. ഇതിപ്പോൾ ഗോതമ്പ് മാവ് കുറച്ച് ചേർത്തിട്ടുള്ളത് കൊണ്ടാണ് കളർ കുറച്ച് മാറ്റമുള്ളത്. ബാക്കിയെല്ലാം ഇതേപോലെ തന്നെ ചെയ്തെടുക്കാം. നമ്മൾ കൈപ്പത്തി കൊണ്ട് ഇതേപോലെ ഒന്ന് സൈഡിലേക്കൊക്കെ ഒന്ന് പരത്തി കൊടുക്കുമ്പോൾ തന്നെ നല്ലപോലെ ഇങ്ങനെ നൈസായിട്ട് വന്നോളും. ഇത് പിന്നീട് റെസ്റ്റ് ചെയ്യാനൊന്നും വെക്കേണ്ട ആവശ്യമില്ല. ആദ്യം നമ്മൾ മാവ് കുഴയ്ക്കുന്ന സമയത്ത് ഒരു 10-15 മിനിറ്റ് ഒന്ന് വെച്ചാൽ മതി. പിന്നീട് ഇത് ബോൾസ് ആക്കിയിട്ടും ഇങ്ങനൊന്നും റെസ്റ്റ് ചെയ്യാനൊന്നും വെക്കേണ്ട. അപ്പോൾ നമുക്ക് പെട്ടെന്ന് തന്നെ പൊറോട്ട റെഡിയാക്കി എടുക്കാൻ പറ്റും. ആ ഓയിലിൽ നിന്നും കുറച്ച് മാത്രം ഓയിൽ മാത്രമേ ഞാൻ ചേർത്തിട്ടുള്ളൂ. ഇനി ഓരോന്നും എടുത്തിട്ട് ഇതേപോലെ ചപ്പാത്തി പ്രസ്സിൽ വെച്ചിട്ട് ഒന്ന് പരത്തിയിട്ട് ചുട്ടെടുക്കാം. അപ്പോൾ ഞാനിത് ഫ്രൈങ് പാനിലാണ് ചുട്ടെടുക്കുന്നത്. അല്ലാതെ നിങ്ങൾക്ക് നമ്മൾ അരിപ്പത്തിരിയൊക്കെ ഉണ്ടാക്കുന്ന വലിയ ഇരുമ്പിൻ്റെ പാളം ഉണ്ടെങ്കിൽ അതിൽ വെച്ചിട്ട് വേണമെങ്കിലും ചെയ്തെടുക്കാം. ഒരു സൈഡാകുമ്പോൾ കുറച്ച് ഓയിലൊന്ന് സ്പ്രെഡ് ചെയ്തിട്ട് മറിച്ചിട്ട് കൊടുത്തിട്ട് 2 സൈഡും നന്നായിട്ട് വേവിച്ചെടുക്കാം. ലെയറൊക്കെ നമ്മളിത് നന്നായിട്ടൊന്ന് കുക്കായി വരുമ്പോൾ തന്നെ ലെയറൊക്കെ വിട്ട് വരും. ബാക്കിയുള്ളതെല്ലാം ഇതേപോലെ തന്നെ ഒന്ന് ചുട്ടെടുക്കാം. ഇതിൽ ഞാൻ ആദ്യം എടുത്തിട്ടുള്ള ആ ഒരു ഓയിൽ മാത്രമേ എടുത്തിട്ടുള്ളൂ. ഒരു 4-5 എണ്ണം ആകുമ്പോൾ ഇതുപോലെ അടുക്കി വെച്ചിട്ട് നന്നായിട്ട് അടിച്ചെടുക്കണം. നിങ്ങൾക്കിത് കാണുമ്പോൾ മനസ്സിലാവും നല്ല സോഫ്റ്റാണ്. ലെയറൊക്കെ നന്നായിട്ട് തന്നെ വന്നിട്ടുണ്ട്. വളരെ ഈസിയാണ് ഉണ്ടാക്കിയെടുക്കാൻ. അപ്പോൾ ഇത് ട്രൈ ചെയ്ത് നോക്കുക. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാത്തവരൊക്കെ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യാൻ മറക്കരുത്. അതുപോലെ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന ഫ്രണ്ട്സ് മറക്കാതെ തന്നെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ പുതിയ നല്ലൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. താങ്ക്